ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ഹലുവയാണ്. ആ ബീട്രൂട്ട് ഹലുവ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4 ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരു ബീട്രൂട്ട് ഹലുവയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാവേ. നമ്മുടെ ക്യാരറ്റെല്ലാം നമ്മൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് ഇനി അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാവേ. എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തേക്കുന്ന ബീട്രൂട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാവേ. നമ്മൾ അതിൻ്റെ നീരെല്ലാം ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഇതിന് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തേ. നമുക്ക് ഇതുപോലെ ഒരു കപ്പ് അരക്കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇതുപോലെ ഈ അളവിൽ 4/1 കപ്പിനകത്താണ് ഇട്ടേക്കുന്നത്. അരക്കപ്പാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാതെ. നമ്മുടെ പാനിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാതെ ഇതൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാവേ. ഇതിനകത്തേക്ക് കുറച്ച് ബദാമും കാശുവണ്ടിയും 2 ഏലക്കായ എല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണേ, പറ്റിച്ചെടുക്കണേ. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഹലുവയ മിക്സ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാവേ. എല്ലാം നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തേ. ഇനി അതിലേക്ക് ഇത് വെച്ചേക്കുന്ന കാഷ്നട്ടും ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന കാഷ്നട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാവേ. നമ്മുടെ കാഷ്നട്ട് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കണ്ടോ, നല്ലതായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതുപോലെ ഒരു ചതുരമുള്ളൊരു പാത്രത്തിൽ നന്നായിട്ട് നെയ്യൊക്കെ തടവി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണം നമ്മുടെ കുറുകിയ സിറപ്പ് ഇതിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ സിറപ്പ് ഇതുപോലെ നന്നായിട്ട് കുറുക്കിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നല്ല തിക്കായിട്ട് കുറുകിയേ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു. അപ്പോൾ നമ്മളുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാവേ. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.